ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡിഫറൻഷ്യൽ റൂൾ കംപ്ലീറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ തന്നെ സ്പീഡ്, അതിലെ പ്രോബ്ലംസ് ചെയ്തു. പിന്നീട് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദാറ്റ് ഈസ് ഒരു ആർ ഓഫ് ടി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി, ദാറ്റ് ഈസ് അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി അടുത്തത് ഇന്റഗ്രേഷൻ ഓഫ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ പ്ലസ് y of t j plus z of t k. ഇതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്കിൽ എന്താണ് ഇന്റഗ്രൽ ദാറ്റ് ഈസ് ആർ ഓഫ് ടി ദാറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി. ദാറ്റ് ഈസ് ഓരോ കമ്പോണന്റ് നമ്മൾ ഡെറിവേറ്റീവ് എന്താണ് ചെയ്തത് അതേപോലെ എന്ത് ചെയ്യും? കമ്പോണന്റ് ബേസ് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എക്സ് ഓഫ് ടി ഐ പ്ലസ് ഇന്റഗ്രൽ y ഓഫ് ടി ജെ പ്ലസ് ഇന്റഗ്രൽ z ഓഫ് ടി കെ ഇൻറ്റു ഡി ടി. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ടേമിനും എന്ത് ചെയ്യുക? ഡി ടി കൊടുക്കുക. സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിലേക്ക് പോവാം. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇവാലുവേറ്റ് പറഞ്ഞാണ്ട് ഇന്റഗ്രൽ തന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. Evaluate the indefinite integral, that is integral a to b. ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. ഇന്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടാവില്ല അല്ലെ? ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രൽ ആണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ടി സ്ക്വയർ ഐ മൈനസ് 4tj പ്ലസ് 1/t k. ഓക്കെ, ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? തൊട്ടുമുൻപത്തെ റിസൾട്ട് ഉപയോഗിച്ച് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓരോ കമ്പോണന്റ് വൈസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് t സ്ക്വയർ ബൈ 2i പ്ലസ് നെക്സ്റ്റ് t ക്യൂബ് ബൈ 3i, അടുത്തത് മൈനസ് 4t സ്ക്വയർ ബൈ 2j പ്ലസ് 1/t യുടെ ഇന്റഗ്രൽ ദാറ്റ് ഈസ് ലോഗ് ടി കെ. ഇനി ഇതിന്റെ കൂടെ ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും അല്ലെ? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ടി ഡി ടി. നമ്മൾ എങ്ങനെ ചെയ്യാം? ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി കോൺസ്റ്റന്റ് ആഡ് ചെയ്യാറുണ്ട്. ഇതേപോലെ ഇവിടെയും ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. ആ കോൺസ്റ്റന്റ് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. therefore ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആവും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം? c1i പ്ലസ് c2j പ്ലസ് c3k എന്ന് എഴുതാം. ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് വെക്റ്റർ. therefore നമുക്ക് എന്ത് ചെയ്യാം? i യുടെ കമ്പോണന്റ്സിനെ ഒന്നിച്ച് എഴുതാം, j യുടെ കമ്പോണന്റ്സിനെ ഒന്നിച്ച് എഴുതാം, k യുടെ കമ്പോണന്റ്സിനെ ഒന്നിച്ച് എഴുതാം. ദാറ്റ് ഈസ് t ക്യൂബ് ബൈ 3 പ്ലസ് c1i, നെക്സ്റ്റ് മൈനസ് അല്ലെങ്കിൽ പ്ലസ് മൈനസ് ഇത് 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2t സ്ക്വയർ മൈനസ് 2t സ്ക്വയർ, നെക്സ്റ്റ് പ്ലസ് c2j, അടുത്തത് ലോഗ് t പ്ലസ് c3k. ഓക്കെ, ഇതാണ് ആൻസർ. മനസ്സിലായിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. കമ്പോണന്റ് ബേസ് ഇന്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു കോൺസ്റ്റന്റ് വെക്റ്റർ ആഡ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് r of t of r dash of t equal to cos ti plus e raised to minus tj plus root tk. Satisfying the initial condition r of 0 equal to i plus 2j plus 3k. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് വേണ്ട എന്താണ്? ഫൈൻഡ് ആന്റി ഡെറിവേറ്റീവ് r of t. ആന്റി ഡെറിവേറ്റീവ് r of t കണ്ടുപിടിക്കണം. എന്തിന്റെ? r dash of t. എന്താണ് r dash of t യുടെ ആന്റി ഡെറിവേറ്റീവ്? ദാറ്റ് ഈസ് ഇന്റഗ്രൽ ആണ്. ഇതിനെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് പോകും അല്ലെ? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? r of t കിട്ടും. അപ്പോൾ ആന്റി ഡെറിവേറ്റീവ് r of t പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? r dash of t യുടെ ഇന്റഗ്രൽ. ദാറ്റ് ഈസ് r dash of t യുടെ ഇന്റഗ്രൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ദാറ്റ്സ് ഈക്വൽ ടു r of t. ഇതിനെയാണ് എന്താ? ആന്റി ഡെറിവേറ്റീവ് എന്ന് പറയാം. അപ്പൊ ആന്റി ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷന് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് ഇന്റഗ്രൽ cos t i plus e raised to minus tj plus root tk into dt അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും എന്താണ് ഇവിടെ തന്നുള്ളത്?
ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. therefore തൊട്ട് മുന്നത്തെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് cos t യുടെ മൈനസ് sin t i മൈനസ് e റേസ് ടു മൈനസ് cos t യുടെ sin t ആണ് അല്ലേ, cos t യുടെ sin t, നെക്സ്റ്റ് e റേസ് ടു മൈനസ് t യുടെ ദാറ്റ് ഈസ് മൈനസ് e റേസ് ടു മൈനസ് t j, നെക്സ്റ്റ് റൂട്ട് ടി, എന്താണ് റൂട്ട് ടിയുടെ, ദാറ്റ്സ് ഈക്വൽ ടു ടി പവർ 1/2 എന്ന് എഴുതാം അല്ലേ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ദാറ്റ്സ് ഈക്വൽ ടു ടി പവർ 1/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1, ദാറ്റ് ഈസ് ടി പവർ 3/2 ഡിവൈഡ് ബൈ 3/2 എന്ന് എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ടി പവർ 3/2 ഓൾ ഡിവൈഡഡ് ബൈ 3/2 കെ പ്ലസ് തൊട്ട് മുന്നേ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യണം, c1i പ്ലസ് c2j പ്ലസ് c3k എന്ന് കൊടുക്കാം. പക്ഷേ ഇതിന്റെ കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഇഫ് വിത്ത് സാറ്റിസ്ഫൈങ് വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ r ഓഫ് 0 ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 3k. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇനീഷ്യൽ കണ്ടീഷൻ എന്നുള്ളത്, നമുക്ക് ഈ c1ഉം c2ഉം c3യും ഇവാലുവേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ തന്നുള്ളത്. എന്താ അതിന് മീനിങ്, നമുക്ക് കിട്ടിയിട്ടുള്ളത് r ഓഫ് t ആണ്. ആ r ഓഫ് ടിയിലെ ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, i പ്ലസ് 2j പ്ലസ് 3k എന്ന വെക്ടർ കിട്ടും അല്ലെ. therefore നമുക്ക് ഇതിനെ ഒന്നും കൂടി ജനറലൈസ് ചെയ്ത് എഴുതാം, ദാറ്റ് ഈസ് sin t പ്ലസ് c1i അല്ലെ. ഐയുടെ കമ്പോണൻസിനെ ഒന്നിച്ച് എഴുതി, ദാറ്റ് ഈസ് sin t പ്ലസ് c1i, നെക്സ്റ്റ് പ്ലസ് മൈനസ് e റേസ് ടു മൈനസ് t പ്ലസ് c2j. അടുത്തത് t that is all divided by 3/2 ആണ്. ന്യൂമറേറ്റർ എടുക്കുമ്പോൾ എന്തായി 2/3 എന്ന് വരും അല്ലേ. that is 2/3 t പവർ 3/2 പ്ലസ് c3k. ഓക്കെ, ഇതാണ് r ഓഫ് t. നമുക്ക് തന്നിട്ടുണ്ട് r ഓഫ് 0 ഈക്വൽ ടു എന്താണ്, that is 1 പ്ലസ് 2j പ്ലസ് 1 പ്ലസ് 2j പ്ലസ് 3k, 1 പ്ലസ് 2j പ്ലസ് 3k. therefore നമുക്ക് എന്ത് ചെയ്യാം, r ഓഫ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടർ കിട്ടുക അല്ലേ. r ഓഫ് 0 ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടർ കിട്ടുക. therefore ഇതെന്തായിരിക്കും, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെക്ടർ എന്തായി, sin 0 പ്ലസ് c1i, that is c1i പ്ലസ് അടുത്തത് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് 1 പ്ലസ് c2, that is മൈനസ് 1 പ്ലസ് c2j. അടുത്തത് ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 പ്ലസ് c3, that is c3k. that is ഇതെന്താണ്, ഇതാണ് r ഓഫ് 0 അല്ലെ. രണ്ട് വെക്ടർ ഈക്വൽ ആണെങ്കിൽ എന്താ, ഇതിന്റെ കോഫിഷ്യന്റ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. therefore c1 എന്താണ്, c1 ഈക്വൽ ടു 1. therefore നമുക്ക് എന്ത് കിട്ടും, c1 ഈക്വൽ ടു 1. അടുത്തത് ഇത് ജെയുടെ കോഫിഷ്യന്റും ഈ ജെയുടെ കോഫിഷ്യന്റും ഈക്വൽ ആയിരിക്കും. therefore നമുക്ക് എങ്ങനെ എഴുതാം, c2 മൈനസ് 1 ഈക്വൽ ടു 2. therefore c2 ഈക്വൽ ടു മൈനസ് 1നെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 കിട്ടി. that is c2 equal to 3. next c3 equal to എന്താണ്, that is 3, that is c3 equal to 3. therefore നമ്മുടെ വെക്ടർ എന്തായി, ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം അല്ലേ. that is ഫൈനൽ ആൻസർ എന്താണ്, r of t equal to sin t plus c1 equal to 1, that is c1, that is 1i plus minus e raised to minus t plus 3j, next 2/3 t power 3/2 പ്ലസ് 3k. ഇതാണ് ഫൈനൽ ആൻസർ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ ഷഹന? അപ്പോ ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ തരും, വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ തരും. അപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഇനീഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിലെ അൺനോൺസ് കോൺസ്റ്റന്റ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് the definite integral integral minus pi by 4 to pi by 4, next sin ti plus 1 plus cos tj plus sec square tk into dt. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, ദാറ്റ് ഈസ് ലിമിറ്റ് കൂടി തന്നിട്ടുണ്ട്. sin ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ടി ഐ, 1 പ്ലസ് കോസ് ടിയുടെ 1ന്റെ എന്ത് വരും, ദാറ്റ് ഈസ് ടി മൈനസ് ടി പ്ലസ് സൈൻ ടി ജെ. നെക്സ്റ്റ് അടുത്തത് sec സ്ക്വയർ ടിയുടെ ദാറ്റ് ഈസ് ലോഗ് ടി കെ അല്ലെ. ഇനി എന്ത് ചെയ്യണം, ഇതിന് ഓരോന്നും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കണം അല്ലെ. ദാറ്റ് ഈസ് കംപ്ലീറ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് മൈനസ് pi by 4 to pi by 4. that is substitute ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, that's equal to sec സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താ അറിയോ, ലോഗ് അല്ല അല്ലേ, ഇവിടെ എഴുതിയ തെറ്റുണ്ട്. sec സ്ക്വയറിന്റെ ഇന്റഗ്രൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ,
sec സ്ക്വയറിന്റെ ഇന്റഗ്രൽ tan t അല്ലേ, tan അല്ല അത്, log അല്ല, tan t ആണ്. tan t k. ശരിയല്ലേ? ശരിയല്ലേ? മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? sec സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? tan ആണ്. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈനസ് കോസ് ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 i പ്ലസ് അടുത്തത് ടി പ്ലസ് സൈൻ ടി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 j. നെക്സ്റ്റ് ടാൻ ടിക്ക് ദാറ്റ് ഈസ് ടാൻ ടി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 k. That is equal to എന്ത് വരും? ആ മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് പൈ ബൈ 4 ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ √2 മൈനസ് നെക്സ്റ്റ് മൈനസ് പൈ ബൈ 4 അല്ലേ? നമുക്കറിയാം കോസ് മൈനസ് തീറ്റ പറഞ്ഞ എന്താ? കോസ് മൈനസ് തീറ്റ പറഞ്ഞ കോസ് തീറ്റ തന്നെയാണ്. therefore കോസ് മൈനസ് പൈ ബൈ 4 പറഞ്ഞ എന്താ? ദാറ്റ് ഈസ് അഗൈൻ കോസ് പൈ ബൈ 4 ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ √2 i. നെക്സ്റ്റ് ഇവിടെ pi by 4 plus sin pi by 4 that's equal to 1 divided by √2 that is upper limit minus lower limit minus pi by 4 എന്താണ് sin minus theta പറഞ്ഞാൽ minus sin theta ആണ്. therefore sin minus pi by 4 വരുമ്പോൾ എന്ത് that is minus ഇവിടെ pi by 4 അല്ല 1 divided by √2. ശരിയാണ്, ഇത് ശരിയാണ്. that is equal to upper limit minus lower limit that is minus pi by 4 minus 1 divided by √2 വരും അല്ലേ? that is ഇവിടെ പ്ലസ് ആണ്. that is sin minus pi by 4 minus sin pi by 4 that's equal to minus 1 by √2 plus next tan pi by 4 that's equal to 1 അല്ലേ? that is 1 minus tan minus pi by 4 എന്താ? that is tan of minus theta എന്താണ്? that's equal to minus tan theta ആണ്. therefore എന്ത് വരും? that is 1 minus 1 that is k. കംപ്ലീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് വരും? ദാറ്റ് ഈസ് 0i എന്ന് വരും. ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ഇവിടെ പൈ ബൈ 4 പ്ലസ് പൈ ബൈ 4 ദാറ്റ്സ് ഈക്വൽ ടു 2 പൈ ബൈ 4. നെക്സ്റ്റ് ഇവിടെ 1 ബൈ √2 മൈനസ് ദാറ്റ് ഈസ് പ്ലസ് വരും. ദാറ്റ് ഈസ് 2 1 ഡിവൈഡ് ബൈ √2 j. നെക്സ്റ്റ് അടുത്തത് പ്ലസ് 0 k. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 0i 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വരും ദാറ്റ് ഈസ് പൈ ബൈ 2. നെക്സ്റ്റ് ഇവിടെ 2 √2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പ്ലസ് √2 j പ്ലസ് 0 k. ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കമ്പയർ ചെയ്യണേ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണേ. ഇതാണ് മെത്തേഡ്. ക്ലിയർ ആണോ? Okay, next question. Find r of t. R of t കണ്ടുപിടിക്കണം. That is given that നമുക്ക് തന്നിട്ടുള്ള കാര്യം that is given that r double dash of t equal to 12ti minus 3t power minus 1 by 2j plus 2k. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ ഇതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട് where r dash of t equal to j and r of 1 equal to 2i minus k. എന്താ വേണ്ടത്? r of t തന്നിട്ടുണ്ട്, r of t കണ്ടുപിടിക്കണം. r double dash of t തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ r dash of t തന്നിട്ടുണ്ട്, r1 of t തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെറിവേറ്റീവ് പോകും അല്ലെ? r dash of t കിട്ടും. അന്നേരം ഇവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടെത്താനാണ് ഈ ഒരു കണ്ടീഷൻ തന്നുള്ളത്. അപ്പൊ ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക. വീണ്ടും ഒരു കോൺസ്റ്റന്റ് വരും. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r of t ആണ് കിട്ടുക. ആ കോൺസ്റ്റന്റ് വാല്യൂ കണ്ടെത്താനാണ് ഈ ഡാറ്റ തന്നുള്ളത്. ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് സൊല്യൂഷൻ given that r double dash of t equal to 12ti minus 3t power minus 1 by 2j plus 2k അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് r double dash of t നെ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുക? r dash of t ആണ് കിട്ടുക അല്ലേ? ദാറ്റ് ഈസ് r dash of t എന്ത് വരും? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 12t square by 2i മൈനസ് 3 ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തരും t പവർ മൈനസ് 1 by 2 നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവറിൽ ഒന്ന് ആഡ് ചെയ്യണം. അതേപോലെ ടോട്ടൽ ഈ പവർ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരും വേണം. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? t പവർ 1 by 2 ഡിവൈഡ് ബൈ 1 by 2 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് t പവർ 1 by 2 ഡിവൈഡഡ് ബൈ 1 by 2j പ്ലസ് 2tk പ്ലസ് സം കോൺസ്റ്റന്റ് c1i പ്ലസ് c2j പ്ലസ് c3k.
നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി സിമ്പിൾ ഫോമിലേക്ക് മാറ്റി എഴുതാം. ഐയുടെ ടേം ഒക്കെ ഒന്നിച്ച് എഴുതാം. അതിന്റെ മുന്നേ ഇവിടെ ഈ 2 ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6t²i. ഒന്നും കൂടി എഴുതാം, 6t²i മൈനസ് ഇതിനെ മുകളിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അല്ലെ ഡിനോമിനേറ്ററിൽ 1/2 ആണ്. അപ്പൊ ന്യൂമറേറ്റർ എഴുതുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കും. ദാറ്റ് ഈസ് 2 × 3 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6t⁻1/2j പ്ലസ് 2tk പ്ലസ് c1i പ്ലസ് c2j പ്ലസ് c3k അല്ലെ. ഇനി എന്ത് ചെയ്യണം, ഐയുടെ ടേം ഒന്നിച്ചെഴുതണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, അറിയാത്ത ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 6t² പ്ലസ് c1i നെക്സ്റ്റ് പ്ലസ് മൈനസ് 6t⁻1/2 c2j നെക്സ്റ്റ് പ്ലസ് minus 2t plus c3k. ഓക്കെ, കംപ്ലീറ്റ് ആൻസർ കംപ്ലീറ്റ് ആയി അല്ലേ. പക്ഷെ നമുക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, r'(t). r'(t) ആയിരുന്നു, ജസ്റ്റ് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ r'(t) കിട്ടി. പക്ഷെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ തന്നിട്ടുണ്ട് r1(t) അല്ലെങ്കിൽ r'(t) ഈക്വൽ ടു j എന്ന് തന്നിട്ടുണ്ട്. r'(t) എനിക്ക് തോന്നുന്നത് ഇവിടെ 1 ആണ്, എഴുതിയ തെറ്റാണ്. r'(1) ഈക്വൽ ടു j എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ, ഇവിടെ tക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെക്ടർ ഏതാണ്, 0i പ്ലസ് 1j പ്ലസ് 0k. അപ്പൊ r'(tയിലെ tക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെക്ടർ കിട്ടും. ഈ ഒരു വെക്ടർ പറഞ്ഞാൽ എന്താ, 0i പ്ലസ് 1j പ്ലസ് 0k. അപ്പൊ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം അല്ലെ. ഇതില് tക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. tക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് r'(1) ഈക്വൽ ടു ദാറ്റ് ഈസ് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 6 പ്ലസ് c1i നെക്സ്റ്റ് പ്ലസ് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 6 പ്ലസ് c2j പ്ലസ് ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 പ്ലസ് c3k. ഈ രണ്ട് വെക്ടറും സെയിം ആണ്, കാരണം ഇതെന്താണ്, ഇതും r'(1) ആണ്, ഇതും r'(1) ആണ്. Therefore ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. Therefore ഐയുടെ കോഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും, ജെയുടെ കോഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും, അതുപോലെ തന്നെ കെയുടെ കോഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം, 6 പ്ലസ് c1 ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൈനസ് 6 പ്ലസ് c2 ഈക്വൽ ടു 1 അല്ലെ. ജെയുടെ കോഫിഷ്യന്റ് ഇവിടുത്തെ ജെയുടെ കോഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് ദാറ്റ് ഈസ് മൈനസ് 2 പ്ലസ് c3 ഈക്വൽ to 0. From this we get c1 equal to minus 6. From this c2 equal to 7. From this c3 equal to 2. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് r1(t). ഞാൻ ഇവിടെ എഴുതാണ്, സോറി, r'(t) ഈക്വൽ ടു എന്ത് വരും, 6t² പ്ലസ് c1 ദാറ്റ് ഈസ് മൈനസ് 6. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് കമ്പയർ ചെയ്യണേ, എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്യണേ. ദാറ്റ് ഈസ് 6t² മൈനസ് 6i. അടുത്തത് പ്ലസ് മൈനസ് 6t⁻1/2 പ്ലസ് c2 ദാറ്റ് ഈസ് 7 j. അടുത്ത ടേം മൈനസ് 2t പ്ലസ് c3 ദാറ്റ് ഈസ് 2k അല്ലെ. അപ്പോ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടീഷൻ തന്നുള്ളത്. നമുക്ക് എന്താ വേണ്ടത്, കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്, r(t) കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വീണ്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. Therefore r(t) ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് 6. ഇതിന് പറയൂ എവിടെ മിസ്റ്റേക്ക്, ഓക്കെ ഓ താങ്ക്സ്. 2t മൈനസ് 2t ഇവിടെ പ്ലസ് ആണ് അല്ലേ. ദാറ്റ് ഈസ് 2t. താങ്ക്സ്. ദാറ്റ് ഈസ് 2t പ്ലസ് 2 ഇവിടെ. therefore ഇവിടെയോ പ്ലസ്. താങ്ക്സ്. therefore ഇവിടെ പ്ലസ് വരും അല്ലെ, ഇവിടെ പ്ലസ് വരും. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് വരും. ഇപ്പൊ ശരിയാണോ, that is 2t minus 2. താങ്ക് യു. നെക്സ്റ്റ് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്റെ ഡിസ്പ്ലേയിൽ ഒരു ചെറിയൊരു മാർക്ക് വീണിട്ടുണ്ട്. ആ മാർക്കിൽ ഞാൻ ആ പ്ലസിന്റെ മുകളിലത്തെ ആ ടേം അറിയാതെ പോയി. ഓക്കെ, that is r(t) equal to that is again ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലെ. that is r'(t) dt ചെയ്യേണ്ടി വരും. that is this equal to integral again ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. that is 6t³ / 3 minus 6ti പ്ലസ് നെക്സ്റ്റ് മൈനസ് അഗൈൻ ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി, t⁻1/2 ആണ്. ദാറ്റ് ഈസ് മൈനസ് t⁻3/2 ഓൾ ഡിവൈഡ് ബൈ 3/2. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് 7tj. അടുത്തത് പ്ലസ് 2t
ഈ പ്ലസ് എഴുതേണ്ട ആവശ്യമില്ല, കാരണം മൈനസ് ഉണ്ടെങ്കിൽ അത് എഴുതേണ്ട ആവശ്യമുള്ളൂ. ദാറ്റ് ഈസ് 2t square by 2 minus 2tk plus again c1i plus c2j plus c3k എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു, ഒന്നും കൂടി റീ അറേഞ്ച് ചെയ്തതാണ്. ഞാൻ ഇവിടെ ഇന്റഗ്രൽ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ ആൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തു, അതുകൊണ്ട് ഈ ഇന്റഗ്രൽ സൈൻ നമുക്ക് ഒഴിവാക്കാം. Okay, that's equal to, ഇവിടെ 3 cancel ചെയ്യാം, that is 2, that is 2t cube minus 6ti. അടുത്തത് ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? That's equal to 2/3 into minus 6 വരും. That is ഇവിടെ 3 cancel ചെയ്ത് കഴിഞ്ഞാൽ that's equal to 2 into minus 2, that is minus 4 എന്ന് വരും. That is minus 4t power 3/2 plus 7t എന്ന് എഴുതാം. That is ഇങ്ങനെ എഴുതാം. J അടുത്തത് ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ t സ്ക്വയർ മൈനസ് 2t k എന്ന് എഴുതാം. ഇനി വീണ്ടും അതിലൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ കണ്ടീഷൻ? ദാറ്റ് ഈസ് ആർ ഓഫ്, ഇവിടെ പ്ലസ് c1 പ്ലസ് c1i പ്ലസ് c2j പ്ലസ് c3k ഉണ്ട്. വീണ്ടും എന്ത് ചെയ്യാം? ജനറലൈസ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഐയുടെ കമ്മ്യൂണിസ്റ്റിനെ ഒന്നിച്ച് എഴുതാം, ജെയുടെ കമ്മ്യൂണിസ്റ്റിനെ ഒന്നിച്ച് എഴുതാം, കെയുടെ കമ്മ്യൂണിസ്റ്റ് നമുക്ക് ഒന്നിച്ച് എഴുതാം. ദാറ്റ് ഈസ് 2t ക്യൂബ് മൈനസ് 6t പ്ലസ് c1i എന്ന് എഴുതാം. Plus next minus 4t power 3/2 plus 7t plus c2j എന്ന് എഴുതാം. നെക്സ്റ്റ് പ്ലസ് t സ്ക്വയർ മൈനസ് 2t പ്ലസ് c3k എന്ന് എഴുതാം. ഓക്കെ, വീണ്ടും നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ എന്തായിരുന്നു? r of 1 equal to 2i minus k ആണ്. എന്നാൽ 2i minus k പറഞ്ഞു കഴിഞ്ഞാൽ 2i plus 0j plus minus k എന്നാണ്. ഓക്കെ, therefore നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടും നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയിൽ നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് 1 കൊടുക്കാം. ടിക്ക് 1 കൊടുക്കുമ്പോൾ തൊട്ട് മുന്നത്തെ ഈ ഒരു ഇക്വേഷൻ കിട്ടും പറഞ്ഞിട്ടുണ്ട്. therefore r of 1 equal to ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? that is 2 minus 6, that's equal to minus 4, that is minus 4 plus c1i. നെക്സ്റ്റ് ഇവിടെ ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? that is minus 4 plus 7, that's equal to 3, that is 3 plus c2 വരും, that is 3 plus c2j. നെക്സ്റ്റ് ഇവിടെ ടിക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ t മൈനസ് 2t, ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് c3k എന്ന് വരും. നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ്. r of 1 നമുക്ക് തന്നിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. therefore നമുക്ക് ഇവിടെ ഈക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് മൈനസ് 4 പ്ലസ് c1 ഈക്വൽ ടു 2 ആണ് അല്ലേ? ദാറ്റ് ഈസ് 2 ആണ്. ഇവിടുത്തെ ഐയുടെ കോഫിഷ്യന്റ് ഇവിടുത്തെ ഐയുടെ കോഫിഷ്യന്റ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 3 പ്ലസ് c2 ഈക്വൽ ടു 0 ആണ്. നെക്സ്റ്റ് മൈനസ് 1 പ്ലസ് c3 ഈക്വൽ ടു മൈനസ് 1 ആണ്. therefore from this c1 ഈക്വൽ ടു 6 എന്നും, from this c2 equal to minus 3 എന്നും, from this c3 equal to that is 0 എന്നും കിട്ടും. therefore നമ്മുടെ സൊല്യൂഷൻ എന്തായി? കറക്റ്റ് ഇവിടെ നമുക്ക് കറക്റ്റ് മാറ്റിയത് ഞാൻ മുകളിൽ എഴുതാൻ പോവാ. that is r of t equal to that is 2t cube minus 6t plus c1, that is plus 6. okay, next I next plus minus 4t power 3/2 plus 7t plus c2, that's equal to minus 3j. അടുത്ത ടേം that is t square minus 2t plus c3, that's equal to 0, that's equal to k. ഇതാണ് ഫൈനൽ ആൻസർ. ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആണോ? ഇതന്നെയാണോ കിട്ടിയിട്ടുള്ളത്? ക്ലിയർ ആണോ അശ്വിൻ? ഓക്കെ, നിഷാന, റിഫ, സ്നേഹ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തായിരുന്നാലും ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പെൻഡിങ് ക്ലാസ് കംപ്ലീറ്റ് കാണാം. നെക്സ്റ്റ് അടുത്ത അപ്പൊ ഇതുള്ളൂ. ഇന്റഗ്രൽ ഭാഗത്ത് നിന്ന് ഇത്രയേ ചോദിക്കുള്ളൂ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് എ സ്പേസ് കർവ്. അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് 3 ഡയമെൻഷൻ കിട്ടി. ഇതൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന പാത്ത് ആണെങ്കിൽ ഇതിന് നമ്മൾ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എക്സ് ആർ ഓഫ് ടി ഈക്വൽ ടു സം എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ഇങ്ങനെ എഴുതും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാർട്ടിക്കിൾ ഇവിടെ മുതൽ ഇവിടം വരെ മൂവ് ചെയ്തു പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ കണ്ടെത്താം. കാരണം നമുക്ക് എന്തുണ്ട്? അതിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ട്. ഒരു പാർട്ടിക്കിൾ ടി ഈക്വൽ ടു 0യിൽ നിന്ന് ടി ഈക്വൽ ടു 1 എന്ന ടൈമിലാകുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു, ദാറ്റ് ഈസ് അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? ഈ പാത്തിന്റെ ലെങ്ത് കണ്ടെത്തിയാൽ മതി.
അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റോ ഡിസ്റ്റൻസോ ഒന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല. ആകെ അറിയേണ്ടത് ഒരു കർവിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം. ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കർവിന്റെ അല്ലെങ്കിൽ അതിന്റെ ജോമെട്രിക്കലായിട്ട് വരുന്നില്ല, അതിന്റെ കർവിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം. therefore നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനിഷൻ r of t equal to x of t y of t z of t ആണെങ്കിൽ അതിന്റെ ലെങ്ത് ഇതാണ്, ദാറ്റ് ഈസ് L ഈക്വൽ ടു t ഈക്വൽ ടു എവിടെ മുതൽ എവിടെ വരെയാണ്, ഏത് ടൈം മുതൽ ഏത് ടൈം വരെയുള്ള ലെങ്ത് ആണോ കണ്ടുപിടിക്കേണ്ടത്. therefore t ഈക്വൽ ടു a എന്ന ടൈം മുതൽ t ഈക്വൽ ടു b എന്ന ടൈം വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അതിനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് നമ്മൾ ചെയ്യാൻ പോണത് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, r dash of t എടുക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു t ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, നിങ്ങൾക്ക് r of t ഈക്വൽ ടു സം x of t I പ്ലസ് y of t j പ്ലസ് z of t k ഇങ്ങനെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു. അതിനെന്തായാലും ഒരു പാത്ത് ഉണ്ടായിരിക്കും അല്ലെ, ഒരു കർവ് ഉണ്ടായിരിക്കും. ആ കർവിന്റെ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ t ഈക്വൽ ടു a മുതൽ t ഈക്വൽ ടു b വരെയുള്ള ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇതാണ്. r of t നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ r dash of t കണ്ടുപിടിക്കാം. r dash of t കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാ, അതിന്റെ നോം കണ്ടുപിടിക്കാം. അതിന്റെ നോം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ, that is length integral a to b norm r dash of t dt. that is ഇതിനെ integral a to b integrate ചെയ്യാം. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഡിസ്കണക്ട് ആയി പോയി നെറ്റ്. ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് കാണാൻ പറ്റുന്നില്ലേ, ഇതാണ് ലെങ്ത് ഓഫ് ദി കർവ്സ് ഇൻ എ സ്പേസ്. ഓക്കെ, അത് വെച്ചുള്ള പ്രോബ്ലം ചെയ്യാം. കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്നുകൂടി ഡെഫിനിഷൻ പറയാം, നെറ്റ് കട്ട് ആയതുകൊണ്ട് ഒന്നുകൂടി ഡെഫിനിഷൻ പറയാം. നിങ്ങൾക്ക് r of t നിങ്ങൾക്ക് x of t I പ്ലസ് y of t j പ്ലസ് z of t k ഇങ്ങനെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലെങ്ത് ഇതാണ്. ഇന്റഗ്രൽ L ഈക്വൽ ടു ഇന്റഗ്രൽ a to b r dash of t കണ്ടുപിടിക്കുക, അതിന്റെ നോം കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു t ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ലെങ്ത് ഓഫ് ദി കർവ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. Find length of the curve r of t equal to ti plus cos ht j from t equal to 0 to t equal to 1. ഇവിടെ തന്നിട്ടുണ്ട് cos ht. എന്താണ് cos ht? അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ല, അത് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. ദാറ്റ് ഈസ് cos ht ഈക്വൽ ടു e raised to t plus e raised to minus t divided by 2. ഈ ഫംഗ്ഷനെയാണ് എന്താ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് cos ht എന്ന് പറയാം. അപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എന്ന് എഴുതി വെക്കണം. അതുപോലെ തന്നെ sin ht പറഞ്ഞു കഴിഞ്ഞാലോ e raised to t minus e raised to minus t divided by 2. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. ഇതേപോലെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, ടാൻ എച്ച് ടി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ടാൻ എച്ച് ടി പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എച്ച് ടി ഡിവൈഡ് ബൈ കോസ് എച്ച് ടി ആണ്. ഓക്കെ, അത് നമുക്ക് കോംപ്ലക്സിൽ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. therefore ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ഇത് പറയണം. അപ്പോൾ സൈൻ എച്ച് ടി കോസ് എച്ച് ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി സൈൻ എച്ച് ടിയുടെ ഡെറിവേറ്റീവ് എന്താ, അത് കോസ് എച്ച് ടി ആണ്. cos ht യുടെ ഡെറിവേറ്റീവ് എന്താ, sin ht ആണ്. ഞാൻ ഒന്നും കൂടി പറയാം, sin ht ഈക്വൽ ടു e raised to t പ്ലസ് e raised to t മൈനസ് sin ആണെങ്കിൽ സെൻട്രൽ മൈനസ് വരും. ദാറ്റ് ഈസ് e raised to t മൈനസ് e raised to minus t divided by 2. നെക്സ്റ്റ് cos ht ആണെങ്കിൽ e raised to t പ്ലസ് e raised to minus t divided by 2. ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് d by dt ഓഫ് sin ht that's equal to ഇതിന്റെ ഡെറിവേറ്റീവ്, ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായി, e raised to t യുടെ e raised to t തന്നെ, e raised to minus t യുടെ minus e raised to minus t divided by 2 അതുപോലെ തന്നെ എഴുതും. ഇതെന്താണ്, that is cos ht ആണ്, that is cos ht. അങ്ങനെയാണെങ്കിൽ cos ht യുടെ ഇന്റഗ്രൽ എന്താ, sin ht. ഇനി അതേപോലെ d by dt of e raised to t plus e raised to minus t divided by 2 ഇതിന്റെ
ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ദാറ്റ് ഈസ് e raised to t യുടെ e raised to t പ്ലസ് അതുപോലെ തന്നെ ഇത് e raised to minus t എന്താണ്? മൈനസ് e raised to t വരും. ദാറ്റ് ഈസ് മൈനസ് e raised to minus t divided by 2 വരും. ഇതെന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു sin h t ആണ്. അപ്പോൾ സൈൻ എച്ച് ടിയുടെ കോസ് എച്ച് ടിയും കോസ് എച്ച് ടിയുടെ സൈൻ എച്ച് ടിയും. അപ്പൊ ഈ ഇന്റഗ്രൽ എങ്ങനെ വരിക? സൈൻ എച്ച് ടിയുടെ ഇന്റഗ്രൽ കോസ് എച്ച് ടി, കോസ് എച്ച് ടി ഇന്റഗ്രൽ സൈൻ എച്ച് ടി. നെഗറ്റീവിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് എഴുതുണ്ടായിരുന്നു. ഇവിടെ നെഗറ്റീവിന്റെ പ്രശ്നം വരുന്നില്ല. therefore നമുക്ക് എന്താ വേണ്ടത്? ലെങ്ത് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ആർ ഓഫ് ടി നമ്മുടെ കയ്യിലുണ്ട്. ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഫസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ എഴുതി വെക്കണം. ഇന്റഗ്രൽ എ ടു ബി നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇതാണ് ഡെഫിനിഷൻ. ഇവിടെ എയും ബി എന്താണ്? ടി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 0 ആണ് എ. ടി ഈക്വൽ ടു 1, ദാറ്റ് ഈസ് ബി ആണ് 1. therefore ഫസ്റ്റ് എന്ത് ചെയ്യണം? ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. എന്താണ് ആർ ഡാഷ് ഓഫ് ടി? ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇതിന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഐ പ്ലസ് കോസ് എച്ച് ടിയുടെ ഡെറിവേറ്റീവ് സൈൻ എച്ച് ടി ജെ. എങ്ങനെ നോം കണ്ടുപിടിക്കും? ഒരു വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കോഫിഷ്യന്റ് എടുക്കുക, സ്ക്വയർ ചെയ്യുക, സം ചെയ്യുക, റൂട്ട് കണ്ടുപിടിക്കുക. therefore നോം ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും? നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഐയുടെ സ്ക്വയർ അല്ലെ, സോറി ഐയുടെ കോഫിഷ്യന്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് സൈൻ എച്ച് ടിയുടെ സ്ക്വയർ ദാറ്റ് ഈസ് സൈൻ എച്ച് സ്ക്വയർ ടി അല്ലെ, അതിന്റെ റൂട്ട്. നമുക്ക് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ആണ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ ടി. നിങ്ങൾ പഠിച്ചു വെക്കുക. ഹൈപ്പർബോളിക് ഫംഗ്ഷനിലെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ ടി. അല്ലെങ്കിൽ ഇതിന് മൈനസ് ചെയ്താൽ മതി. ഇതേ മൈനസ് ദിസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഹൈപ്പർ കോംപ്ലക്സിൽ നമുക്ക് കുറെ പ്രാവശ്യം നമ്മൾ ഈ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. therefore 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി എന്ന് വരും കോസ് എച്ച് സ്ക്വയർ ടി ആണ്. അതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഈസ് കോസ് എച്ച് ടി ആയി. therefore നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടി? കോസ് എച്ച് ടി എന്ന് കിട്ടി. കാരണം 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി കോസ് എച്ച് സ്ക്വയർ ടി ആണ്. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ കോസ് എച്ച് ടി എന്ന് കിട്ടി. therefore ഇന്റഗ്രൽ ലിമിറ്റ് എന്താണ്? 0 to 1 ഇവിടെ കോസ് എച്ച് ടി. ഒന്നുകൂടി പറയാം. റിസൾട്ട് ഇത് അറിയാലോ? ഈ റിസൾട്ട് അറിയോ നിങ്ങൾക്ക്? ആദ്യമായിട്ട് കേൾക്കാണോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതില് മെയിൻ ആയിട്ട് നമ്മൾ സാധാരണ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1. അതുപോലെ തന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ ടി ഈക്വൽ ടു, അല്ലെങ്കിൽ 1 മൈനസ് സൈൻ സീക് സ്ക്വയർ ടി, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഹൈപ്പർബോളിക്കിലുള്ള ഒരു റിസൾട്ട് ആണ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ ടി. 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു കോസ് എച്ച് സ്ക്വയർ ടി. വേണമെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. ഇതിന്റെ സ്ക്വയർ എടുക്കാം, എന്നിട്ട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ ഇത് രണ്ടും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഓക്കെ, നിങ്ങളൊന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് നോക്കുക. എന്താ ചെയ്യേണ്ടത്? കോസ് എച്ച് സ്ക്വയർ ടി മൈനസ് സൈൻ എച്ച് സ്ക്വയർ ടി ഈക്വൽ ടു എന്താ നോക്കുക. അഥവാ ഇതിന്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് രണ്ടും മൈനസ് ചെയ്യുക. നിങ്ങൾക്ക് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി പറഞ്ഞ കോസ് എച്ച് സ്ക്വയർ ടി. അപ്പൊ ഈ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആർ ഡാഷ് ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. ആർ ഡാഷ് ഓഫ് ടിയുടെ നോം കണ്ടുപിടിക്കണം. എന്താണ് ആർ ഡാഷ് ഓഫ് ടി? ഐ പ്ലസ് സൈൻ എച്ച് ടി. എന്താണ് ഇതിന്റെ നോം? നമുക്ക് ഒരു ഐ പ്ലസ് ബി ജെ പ്ലസ് സി കെ. ഇതിന്റെ നോം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വെക്ടർ എ ആണെങ്കിൽ ഇതിന്റെ നോം എ പറഞ്ഞെന്താ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അഥവാ ഐയുടെ കമ്പണന്റ്, ജെയുടെ കമ്പണന്റ്, കെയുടെ കമ്പണന്റ് കോഫിഷ്യന്റ് അത് സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. therefore ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നോം ആർ ഡാഷ് ഓഫ് ടി വേണ്ടത്. therefore നോം ആർ ഡാഷ് ഓഫ് ടി എന്ത് വരും? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് സൈൻ എച്ച് സ്ക്വയർ ടി. അത് നമുക്കറിയാം അല്ലേ? that is 1 plus sin h square t എന്താണ്? cos h square t ആണ്. therefore this equal to cos h square t, that's equal to cos h t. അല്ലേ, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്യും. that is cos h t. therefore നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ cos h t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is integral a to b, that is a equal to 0 ആണ്, b equal to 1 ആണ്. that is 0 to 1 cos h t dt. അല്ലെ, എന്താണ് ഇതിന്റെ ഇന്റഗ്രൽ? ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു. ഡെറിവേറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കോസ് എച്ച് ടി ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എച്ച് ടി ആണ്. അതേപോലെ കോസ് എച്ച് ടിയുടെ ഇന്റഗ്രൽ എന്താണ്? അതും സൈൻ എച്ച് ടി ആണ്. therefore this equal to എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 1 സൈൻ എച്ച് ടി dt എന്ന് എഴുതാം.
that is this equal to എന്താണ് സോറി ഇന്റഗ്രൽ ചെയ്തില്ലേ പിന്നീട് ഇന്റഗ്രൽ എഴുതേണ്ട ആവശ്യമില്ല that is sin ht upper limit lower limit substitute ചെയ്യാം sin ht that is 0 to 1 that's equal to sin h1 minus sin h0 എന്താണ് sin h1 ഇത് ഇതേപോലെ എഴുതിയാൽ മതി sin h1 പറഞ്ഞാൽ ഇതേപോലെ എഴുതിയാൽ മതി sin h0 പറഞ്ഞാൽ എന്താ sin h0 ഇവിടെ t ക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താ വരും e raised to 0 minus e raised to minus 0 divided by 2 അല്ലേ എന്താണ് e raised to 0 that is 1 e raised to minus 0 പറഞ്ഞു കഴിഞ്ഞാൽ അതും 1 that is 1 minus 1 divided by 2 that's equal to 0 therefore answer എന്താണ് sin h1 ക്ലിയർ ആണോ ഓക്കെ ടെക്സ്റ്റ് ബുക്കിലെ ആൻസറുമായി കമ്പയർ ചെയ്യണം ശരിയാണോ ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഫസ്റ്റ് റിസൾട്ട് ഇതാണ് cos h square t minus sin h square t equal to 1 കുറേ സ്ഥലത്ത് വരുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യാൻ അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് the arc length between 0 0 1 and 1 0 1 of the helix y equal to sin 2 pi x z is equal to cos 2 pi x okay question ഇതാണ് find the arc length that is ആ കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം between the point 0 0 0 sorry 0 0 1 and 1 0 1 of the helix y equal to sin 2 pi x z is equal to cos 2 pi x നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത് that is എന്താണ് ഇക്വേഷൻ ഇന്റഗ്രൽ a to b norm r dash of t dt എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് r dash of t നിങ്ങൾക്ക് അറിയണം അല്ലേ അതുപോലെ തന്നെ ഈ t യുടെ ലിമിറ്റും അറിയണം t equal to a to t equal to b t യുടെ ലിമിറ്റും അറിയണം ഇത് രണ്ടും നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല പക്ഷെ ഹിഡൻ ആയിട്ട് തന്നിട്ടുണ്ട് ഈ രണ്ട് ഡാറ്റയും തന്നിട്ടുണ്ട് ഫസ്റ്റ് r of t equal to നമ്മൾ എങ്ങനെ എഴുതാറ് r of t equal to x of t I plus y of t j plus z of t k ഇങ്ങനെ എഴുതാറ് അല്ലേ x of t അറിഞ്ഞൂടാ y of t അറിഞ്ഞൂടാ z of t അറിഞ്ഞൂടാ അതിന് പകരം എന്ത് തന്നിട്ടുണ്ട് y equal to z equal to തന്നിട്ടുണ്ട് x തന്നിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം x ന് t എന്ന് പാരാമീറ്റർ കൊടുക്കാം x ന് t എന്ന് പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ y എന്തായി y equal to sin 2 pi t I z എന്തായി z is equal to cos 2 pi t I അപ്പോൾ ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ചെയ്തു that is x ന് നിങ്ങൾക്ക് ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാരാമീറ്റർ കൊടുക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പാരാമീറ്റർ ആണ് t therefore x എന്തായി that is this equal to ti y of t എന്തായി sin 2 pi ti next z of t എന്തായി that's equal to cos 2 pi ti അപ്പോൾ ഇതിലെ ഈ ഒരു പ്രശ്നം സോൾവ് ആയി ഇനി t യുടെ ലിമിറ്റ് കൊടുക്കണം എന്തായിരുന്നു നിങ്ങൾ കൊടുത്ത t equal to x ആയിരുന്നു അപ്പോൾ x ന്റെ ലിമിറ്റ് ആണ് t യുടെ ലിമിറ്റ് x ന്റെ ലിമിറ്റ് എന്താണ് 0 ൽ നിന്ന് 1 വരെ പോകുന്നു 0 ൽ നിന്ന് 1 ഇതാണ് x ന്റെ ലിമിറ്റ് y യുടെ ലിമിറ്റ് ഇതാ 0 ൽ നിന്ന് 0 വരെ പോകുന്നു z ന്റെ ലിമിറ്റ് 1 ൽ നിന്ന് 1 ലേക്ക് പോകുന്നു പക്ഷെ ഇവിടെ x ന് നിങ്ങൾ t വിളിച്ചത് കൊണ്ട് x ന്റെ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ t യുടെ ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ that is 0 to 1 അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടി that is r of t നിങ്ങൾക്ക് കിട്ടി t equal to 0 മുതൽ 1 വരെ കിട്ടി ഇത് ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിഷാന ആൻസറിങ് Yes, sir. ഓക്കെ ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം ഡെഫിനിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം that's equal to ഇതെല്ലാം ആയിക്കാണ് നമുക്ക് ഈ രണ്ട് ഡാറ്റ മാത്രം മതി കർവിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ that is this equal to L equal to integral a to b norm r dash of t into dt that is this equal to integral 0 to 1 ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം എന്നിട്ട് അതിന്റെ നോം എടുക്കണം ഞാൻ ചെയ്യാം that is r dash of t that's equal to 1i 0 അല്ല 1i that is I next ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ that is 2 pi sin t യുടെ cos 2 pi t എന്ന് എഴുതേണ്ടി വരും
നെക്സ്റ്റ് ഇതിന്റെ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ചെയ്യുമ്പോഴോ ദാറ്റ് ഈസ് മൈനസ് സൈൻ 2π t ഇൻറ്റു മൈനസ് 2π ഇങ്ങനെ എഴുതേണ്ടി വരും അല്ലേ. ദാറ്റ് ഈസ് ഇതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഞാൻ ഇവിടെ എഴുതാം. ദാറ്റ് ഈസ് നോം എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു 1 സ്ക്വയർ ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് 4π സ്ക്വയർ, ഇവിടെയും 4π സ്ക്വയർ വരും. ബാക്കി എന്തുണ്ട്, ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും ഞാൻ കംപ്ലീറ്റ് എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ 2π t പ്ലസ് എഗെയിൻ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 4π സ്ക്വയർ സൈൻ സ്ക്വയർ പൈ ടി എന്ന് വരും അല്ലെ. ഇതിനെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. therefore സെക്കൻഡും തേർഡും ടേം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 4π സ്ക്വയർ കോമൺ ആണ്. അത് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 റൂട്ട് ഓഫ് 1 പ്ലസ് 4π സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എപ്പോഴും അറിയുന്ന റിസൾട്ടാ. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 1 അല്ലേ ഇൻറ്റു ഡി ടി. therefore നമ്മുടെ ആൻസർ എന്തായി, ഇന്റഗ്രൽ 0 to 1 റൂട്ട് 1 പ്ലസ് 4π സ്ക്വയർ ഇൻറ്റു ഡി ടി. ഇതെന്താണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. വിത്ത് റെസ്പെക്ട് ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ടി ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് റൂട്ട് 1 പ്ലസ് പൈ സ്ക്വയർ 4π സ്ക്വയർ ഇന്റഗ്രൽ 0 to 1 dt. ഇതിനെ സിമ്പിൾ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, ഏതൊരാൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇതിന്റെ ആൻസർ, ടി എന്ന് വരും. ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 എന്ന് വരും. therefore 1 into this term that is equal to ലെങ്ത് എന്താണ്, റൂട്ട് 1 പ്ലസ് 4π സ്ക്വയർ. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്തത് find the length of one turn of the helix. Find the length of one turn of the helix. ഞാൻ ക്വസ്റ്റ്യൻ റഫായിട്ട് എഴുതുന്നത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും, അപ്പോൾ ടൈം കളയാതിരിക്കാൻ റഫായിട്ട് എഴുതുന്നത്. ദാറ്റ് ഈസ് എലിക്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. അപ്പൊ ആർ ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ. ഇത് എന്താ എന്നും പറഞ്ഞിട്ടുണ്ട്, ഹെലിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫൈൻഡ് ലെങ്ത് ഓഫ് ദി വൺ ടേൺ ഓഫ് ദി ഹെലിക്സ്. അപ്പൊ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഡാറ്റ വേണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ആണ്. ലെങ്ത്തിന്റെ ഇക്വേഷൻ എൽ ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി നോം ആർ ഡാഷ് ഓഫ് ടി ഡി ടി ആണ് അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആർ ഓഫ് ടി അറിയണം, ടിയുടെ ലിമിറ്റ് എ ടു ബി അറിയണം. ഇവിടെ ടിയുടെ ലിമിറ്റ് തന്നിട്ടില്ല. പക്ഷെ ഹെലിക്സ് നമുക്കറിയാം, ഏതൊരാൾക്കറിയാം ഹെലിക്സ് എന്താണ്, ഒരു ക്ലോസ്ഡ് കർവ്. അത് വൺ ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി എന്താണ്, ഇവിടെ ടി ആംഗിൾ ആണ് അല്ലെ. എലിക്സിന്റെ ഇക്വേഷൻ തന്നെയാണെന്ത്, ദാറ്റ് ഈസ് എ കോസ് ടി ബി സൈൻ ടി അല്ലെ. ദാറ്റ്സ് ഈക്വൽ ടു, അവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇവിടെ എലിക്സ് ടി ദാറ്റ് ഈസ് z is equal to t. വൺ ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടി എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യും, ടി 0 മുതൽ 2π വരെ അല്ലെ. കംപ്ലീറ്റ് എലിക്സ് 3 ഡയമെൻഷനിൽ കംപ്ലീറ്റ് എലിക്സ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകൾ വരെ ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വരും, വൺ ടേൺ പറഞ്ഞിട്ടുണ്ട്. 2 ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേൺ പറഞ്ഞാൽ 0 to 2π, 2 ടേൺ പറഞ്ഞു കഴിഞ്ഞാൽ 0 to 4π. ഓക്കെ, നമ്മൾ എലിക്സ് ഫസ്റ്റ് മൊഡ്യൂൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ടിയുടെ ലിമിറ്റ് എങ്ങനെ വരിക എന്നുള്ളത്. എന്താ, അപ്പൊ ഹാഫ് ടേൺ പറഞ്ഞു കഴിഞ്ഞാലോ 0 to π ആണ് വരിക. ഓക്കെ, അപ്പൊ രണ്ടും നമുക്ക് കിട്ടി. ആർ ഓഫ് ടി അറിയാം, അതുപോലെ തന്നെ ടിയുടെ ലിമിറ്റ് അറിയാം. എന്നാണ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് നെക്സ്റ്റ് കെ അല്ലേ. എന്താണ് നോം ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ദാറ്റ് ഈസ് റൂട്ട് ഇതിന്റെ സ്ക്വയർ എ പ്ലസ് ഇതിന്റെ സ്ക്വയർ എ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലേ. ഇതിന്റെ സ്ക്വയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. ഇതിന്റെ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 1, ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2. therefore നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore ഇന്റഗ്രൽ 0 to 2π റൂട്ട് 2 ഇൻറ്റു ഡി ടി. തൊട്ട് മുന്നത്തെ പോലെ ഇവിടെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഉപകാരമൊന്നുമില്ല അല്ലെ. അതിന് വേണമെങ്കിൽ പുറത്തേക്ക് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഡി ടി. ഇതിനെ ഇന്റഗ്രേറ്റ് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട്. എന്താ 1 എന്ന് വരും അല്ലെ, ടി എന്ന് വരും. ടിക്ക് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2π എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ എന്താണ്, 2π ഇൻറ്റു റൂട്ട് 2. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2 റൂട്ട് 2π എന്ന് എഴുതാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ നിഷാന? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? കട്ടായിട്ടുണ്ടോ?
ഹലോ ഹലോ കട്ടായി പോയിട്ടുണ്ടായിരുന്നോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ കണക്ട് ചെയ്യാം. പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് കണ്ടോ? ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കണ്ടോ കംപ്ലീറ്റ്? ലാസ്റ്റ് വരെ കണ്ടോ? ആൻസർ ഇതാണ്. ലാസ്റ്റ് വരെ നിങ്ങൾക്ക് കണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, എപ്പോഴാ കട്ടായത് അറിഞ്ഞൂടാ. ദാറ്റ് ഈസ് ഒന്നും കൂടി പറയാം. ലിമിറ്റ് കിട്ടിയത് മനസ്സിലായില്ലേ? 0 to 2π മനസ്സിലായില്ലേ? 0 to 2π വന്നത് മനസ്സിലായില്ലേ? അത് ക്ലിയർ അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? 0 to 2π വന്ന മനസ്സിലായോ? ഓക്കെ, ദാറ്റ് ഈസ് നോം r dash of t. r dash of t എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് 1k ആണ്. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും? സൈൻ സ്ക്വയർ ടി വരും അല്ലെ? ഇതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ പ്ലസ് കോസ് സ്ക്വയർ ടി വരും അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. 1 സ്ക്വയർ 1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? റൂട്ട് 1 പ്ലസ് 1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് വരും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എൽ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π നോം r dash of t into dt എന്ന് വരും അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു എൽ ഈക്വൽ ടു ദാറ്റ് ഇംപ്ലൈസ് ഇന്റഗ്രൽ 0 to 2π റൂട്ട് 2 dt എന്ന് വരും. റൂട്ട് 2 പുറത്തേക്ക് എടുക്കാം അല്ലേ? റൂട്ട് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π ഇൻറ്റു dt എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2π റൂട്ട് 2 വരും. കംപ്ലീറ്റ് ആണോ? ഓക്കെ, നെക്സ്റ്റ് ഇനി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് എടുക്കാനുള്ളത്. വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ട്രിപ്പിൾ സ്റ്റാർ കൊടുക്കാൻ പോവാണ്. ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ. ജസ്റ്റ് എന്താ ഡെഫിനേഷൻ പറയാം, പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 3 ഡയമെൻഷനിലെ സ്പേസിലെ ഒരു കർവ് എടുത്തു അല്ലേ? ഈ കർവിന് കറസ്പോണ്ടിങ് നമുക്ക് എന്തുണ്ട്? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എക്സ് ഓഫ് ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ ഉണ്ട്. തൊട്ടുമ്പോ നമ്മൾ പഠിച്ചു ഈ ആർക്കിന്റെ ലെങ്ത് നമുക്കറിയാം ഇതിലെ ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എ ടു ബി നോം ആർ ഡാഷ് ഓഫ് ടി ഇൻറ്റു ഡി ടി. അപ്പൊ ഇതാണ് എന്ത്? ആർക്ക് ലെങ്ത്. ഇവിടം മുതൽ ഇവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടം മുതൽ ഇവിടം വരെ ടൈം എടുത്തു കഴിഞ്ഞാൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇവിടം മുതൽ ഇവിടം വരെ കണ്ടുപിടിക്കണമെങ്കിൽ ടി ഈക്വൽ ടു ഏത് ടൈമിലാണ് ഇവിടെ എത്തുന്നത്, ഏത് ടൈമിലാണ് ഇവിടെ എത്തുന്നത്, ദാറ്റ് ഈസ് അതിനെ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇവിടെയുള്ള ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചെയ്യണത് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ. ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഇവിടെ ടി ഉണ്ട് അല്ലെ? ആ ടീനെ ഞാൻ മാറ്റിയിട്ട് വേറൊരു പാരാമീറ്ററിലേക്ക് മാറ്റി എഴുതാണ്. ആർക്ക് ലെങ്ത്തിന്റെ പാരാമീറ്ററിലേക്ക് മാറ്റാം. അപ്പൊ ഇവിടെ ടി ഈക്വൽ ടു ഒരു ടൈം ആകുമ്പോൾ ഇവിടെ ആയിരിക്കും. ഞാൻ ടി ഈക്വൽ ടു ഒരു ഏതാണ് ഇനീഷ്യൽ പോയിന്റ് അത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസ് ആണ് ആർക്ക് ലെങ്ത് പാരാമീറ്റർ പറഞ്ഞത്. എസ് ആണ്, സ്മാൾ എസ് ആണ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ നമുക്ക് എന്ത് ചെയ്യാം? എസ് കൊടുക്കാം. ഇനി ടൈം ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാലോ? ദാറ്റ് ഈസ് ആ എസ് എന്തായി? വീണ്ടും മാറി. ഇനി ടൈം വീണ്ടും കൂട്ടിക്കഴിഞ്ഞാലോ? ആ എസ് വീണ്ടും മാറി. ദാറ്റ് ഈസ് ടൈം നമ്മൾ മാറ്റുമ്പോൾ കറസ്പോണ്ടിങ് ആ ആർക്കിന്റെ ലെങ്ത്തും കൂടും. therefore നമുക്ക് ഇവിടുത്തെ ടൈം വാരി ചെയ്യുന്നത് അല്ലേ? ഈ ടൈം വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർക്കിന്റെ ലെങ്ത്തും മാറിക്കൊണ്ടിരിക്കും. therefore നമുക്ക് ഈ ആർ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ആർക്ക് ലെങ്ത് പാരാമീറ്ററിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഓഫ് എസ്. അവിടെ ആർ എന്താണ്? ടിയുടെ ഫംഗ്ഷനാണ്. ടി എന്താണ്? എസിന്റെ ഫംഗ്ഷൻ ആക്കി എഴുതാം. അതിനാണ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ പറയാം. ദാറ്റ് ഈസ് ആർ ഓഫ് ടി ഓഫ് എസ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിലെ ടീനെ എല്ലാം എന്ത് ചെയ്യും? എസിലേക്ക് മാറ്റിയത്. അതിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് ലെങ്ത് അറിയാം അല്ലെ? ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഇക്വേഷൻ മാത്രം ഇന്ന് പറയാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പ്രോമിസ് അടുത്ത ക്ലാസ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു ഇന്റഗ്രൽ എപ്പോഴും അപ്പർ ലിമിറ്റ് ടി കൊടുക്കുക. കാരണം നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇവിടെ ടി കൊടുക്കും, അടുത്ത ടി ഇവിടെ കൊടുക്കും അല്ലെ? അപ്പൊ ടി ഇങ്ങനെ അപ്പർ ലിമിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലെ? ലോവർ ലിമിറ്റ് എപ്പോഴും എന്താണ്? ഏതാണ്? ദാറ്റ് ഈസ് ടി നോട്ട്. അതൊരു ഫിക്സ്ഡ് വെക്കും.
ടി അപ്പർ ലിമിറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ടി നോട്ട് ടു ടി ദാറ്റ് ഈസ് നോം ആർ ഡാഷ് ഓഫ് യു ഡി യു. എന്തുകൊണ്ടാണ് യു കൊടുത്ത്? ഇവിടെ ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും ടി വന്നു, ഇവിടെയും ടി വന്നു, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഇവിടെ യു കൊടുക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ആർ ഓഫ് യുയിലേക്ക് മാറ്റും. ആർ ഓഫ് യു പറഞ്ഞാൽ ടിയുടെ സ്ഥാനത്തെല്ലാം യു കൊടുക്കുക. എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ നോം കണ്ടുപിടിക്കുക, എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു യു ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലിമിറ്റ് എന്താണ്? എപ്പോഴും ടി നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പോയിന്റ് മുതൽ അപ്പർ ലിമിറ്റ് എപ്പോഴും ടി ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എസിലുള്ളയും ടിയിലുള്ളയും ഒരു ഇക്വേഷൻ കിട്ടും. അതെന്ത് ചെയ്യും? ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്രോബ്ലംസ് നമുക്ക് നാളെ ചെയ്യാം. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ അശ്വിൻ? ഓക്കെ, അതുല്യ ക്ലിയർ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഒരു 10 മിനിറ്റുള്ളിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. 4 ക്ലാസ്സും കംപ്ലീറ്റ് പഠിച്ചിരിക്കുക. നാളെ ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത എല്ലാ പ്രോബ്ലംസും പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? നാളെ ഇതേ നേരത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.